രക്ഷയില്ല ഗൈസ്. നമ്മള് കറക്റ്റ് കാട്ടിനകത്താണ്. മലവെള്ളം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്കിവിടെ തന്നെ കൂടിയല്ലോ. മരിച്ചു ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്രതീക്ഷിതമായി ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ലീവായിരുന്നു. സോ ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല ഗൈസ്, നേരെ വണ്ടി എടുത്തു പൊന്മുടിയിലോട്ട് വിട്ടു. ഇന്ന് വളരെ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് ഗൈസ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ 100K സബ്സ്ക്രൈബേഴ്സ് ആയി ഗൈസ്. യൂട്യൂബ് ഫാമിലിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു ട്ടോ. അപ്പൊ ഗൈസ്, ഇന്ന് എന്തായാലും നമുക്ക് പൊന്മുടിയിലോട്ട് പോവാം. പോരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നതുകൊണ്ടും ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് ക്ഷീണിച്ചതുകൊണ്ടും തന്നെ നമുക്കൊരു ചായ കുടിക്കാം. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 3600 ഫീറ്റ് ഉയരത്തിലാണ് നമ്മുടെ പൊന്മുടി ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. പൊന്മുടിയിലോട്ട് പോകുന്ന ആരും തന്നെ കല്ലാർ വിസിറ്റ് ചെയ്യാണ്ട് പോവാറില്ല. സോ നമ്മൾ ആദ്യം എത്തിയത് കല്ലാർ മീൻമുട്ടി വാട്ടർഫാളിലാണ്. ഇവിടെ എൻട്രി പാസ് ഉണ്ട്. പെർ ഹെഡ് 40 റുപ്പീസ്, 2 വീലറിന് 20 റുപ്പീസ് ആണ്. എൻട്രൻസിൽ നിന്നും കുറച്ചു ദൂരം നമുക്ക് ബൈക്കിൽ വരാം. ഒരു രക്ഷയില്ല ഗൈസ്. നമ്മള് കറക്റ്റ് കാട്ടിനകത്താണ്. ശരിക്കും കാട്ടിനകത്ത് വന്ന ഫീലാണ്. കാട് തന്നെയല്ലേ? സോറി ഗൈസ്, ഇത് കാട്. അടിപൊളി. ഹെൽമെറ്റ് വെക്കണ്ടേ ജോ? പൊന്മുടി വന്നിട്ടുണ്ടെങ്കിലും കല്ലാർ ഞാൻ ഫസ്റ്റ് ടൈമാണ്. കുറച്ച് നടക്കാനുണ്ടെന്ന് അറിഞ്ഞത്. അപ്പം നമ്മളിങ്ങനെ നടക്കുവാണ് ഗൈസ്. ഇതൊക്കെ കല്ലാറിൻ്റെ ഭാഗമാണ്. മറ്റേ വോയിസ് കിട്ടുമെന്ന് എനിക്കറിയില്ല ജോ. വോയിസ് കിട്ടോ? ഇതൊക്കെ കല്ലാറിൻ്റെ ഭാഗമാണ് ഗൈസ്. നമുക്കിവിടെ കുളിക്കാനൊന്നുള്ള പെർമിറ്റ് ഇല്ല. ബിക്കോസ് ഇടയ്ക്കിടയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവിടെ നിന്ന് വെള്ളം വരാൻ, മലവെള്ളം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നമുക്കിവിടെ ഇറങ്ങാനൊന്നും പെർമിഷൻ ഇല്ല. ഒത്തിരി നാള് വെള്ളം ഒഴുകി രൂപമാറ്റം വന്ന ഉരുളൻ കല്ലുകൾ ഇവിടെ ഒരുപാട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആവാം ഈ ആറിന് കല്ലാർ എന്ന് പേര് വരാൻ കാരണം. പൊന്മുടിയിൽ നിന്നും തുടങ്ങി വാമനപുരം നദിയുമായിട്ട് ചേർന്നാണ് കല്ലാറിന്റെ യാത്ര. കല്ലാറിൽ മിക്കവാറും സമയങ്ങളിൽ മലവെള്ളം വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നോക്കി നിൽക്കുക തന്നെ വെള്ളം പൊങ്ങും. എത്ര നീന്തൽ അറിയാവുന്ന ആൾക്കാരാണേലും ഇവിടെ അപകടത്തിൽപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇവിടെ വരുന്ന എല്ലാവരും കെയർഫുൾ ആയിട്ട് തന്നെ ഇരിക്കുക. ഇവിടെ ഇരുണ്ട് തണുത്തൊരു കാലാവസ്ഥയാണ് ഗൈസ്. മരങ്ങളെ സംരക്ഷിക്കേണ്ട ആവശ്യകത എത്രമാത്രമെന്നും അത് നമ്മുടെ ക്ലൈമറ്റിൽ എത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്യുമെന്നും ഇവിടെ വന്ന് ആസ്വദിച്ച് തന്നെ അറിയണം. കല്ലാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിന്റെ അടിത്തട്ട് വരെ കാണാൻ പറ്റും. ആക്ച്വലി എനിക്കറിയില്ലായിരുന്നു ഗൈസ് ഇത്രയും നടക്കേണ്ടി വരുമെന്ന്. ഐ തിങ്ക് ഇത് ജോ എനിക്ക് തന്നൊരു ടാസ്ക്കാണ്. ഗൈസ്, ഞങ്ങൾ ഒത്തിരി ഇങ്ങ് നടന്നിട്ടുണ്ട്. ഇനിയും ഇവിടെ നിന്ന് 800 അല്ലേ? ഇനി ഇവിടെ നിന്ന് 800 മീറ്റർ നമുക്ക് നടക്കാനുണ്ട്. നല്ല രസമുണ്ട് കേട്ടാ. ഇതേ വള്ളി. അടിപൊളി കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടു. ജോ, നമുക്കിവിടെ തന്നെ കൂടിയാലോ? നമ്മുടെ വീട്ടില് ഒരു വ്ളോഗർ കൂടെ ഉണ്ട്. നമ്മുടെ ജോയുടെ ബ്രദർ. ആക്ച്വലി അപ്പോൾ ഇനിയും 700 മീറ്റർ ഉണ്ട് നമുക്ക് വാട്ടർഫാളിൽ എത്താനായിട്ട്. മരിച്ചു ഗൈസ്.
കറക്റ്റ് 1.5 കിലോമീറ്റർ നടക്കാനുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഗൈസ് എനിക്ക് നല്ലോണം ദൂരം ഫീൽ ചെയ്തു. എന്നാലും നല്ലതായിരുന്നു. എന്തായാലും ഒത്തിരി നടന്നതല്ലേ ഗൈസ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാം. നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റണുണ്ട്. അപ്പം നമ്മൾ ഏതാണ്ട് അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. വരുന്ന വഴിക്ക് ഇതുപോലുള്ള ഒത്തിരി പാറക്കെട്ടുകളും അരുവികളും ഒക്കെ കണ്ടു കേട്ടോ. ഇവിടെ നോക്കിയാൽ കാണാം നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഞങ്ങൾ അങ്ങനെ വാട്ടർഫാളിൽ എത്തി ഗൈസ്. നമുക്കിനി ഇതിന്റെ മുകളിലോട്ട് കയറണം. വാവ്, അടിപൊളി. ഇവിടെ നിന്ന് നമുക്കുള്ള വ്യൂ ഇതാണ് കേട്ടോ. നല്ല രസമുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വന്നു പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഇത്. എന്തായാലും ഇവിടുത്തെ കാഴ്ച നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഇപ്പോൾ ടൈം ഏകദേശം 1 മണിയോടായിട്ടുണ്ട്. നമുക്കിനി പൊന്മുടി പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തുള്ള ഒരു അടിപൊളി ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി. തിരുവനന്തപുരത്ത് നിന്നും കറക്റ്റ് 53 കിലോമീറ്റർ ആണ് ഇവിടേക്ക്. ഇവിടെ ഫോറസ്റ്റ് ഓഫീസിൽ എൻട്രൻസ് ഫീസ് ഉണ്ട്. പെർ ഹെഡ് 40 റുപ്പീസ് ആണ്. 2 വീലറിന് 20 റുപ്പീസ്. മാത്രമല്ല നമ്മുടെ കയ്യിൽ ക്യാമറ ഉണ്ടെങ്കിൽ സ്റ്റില്ലിനും വീഡിയോയ്ക്കും സെപ്പറേറ്റ് എമൗണ്ട് ഇവിടെ പേ ചെയ്യണം. യെസ് ഗായ്സ്, നമ്മൾ ആദ്യം എത്തിയേക്കുന്ന മെർച്ചിസ്റ്റഡ് എസ്റ്റേറ്റിലോട്ടാണ്. ഇവിടോട്ട് പൊന്മുടിയിൽ വരുന്ന എല്ലാവർക്കും കയറാൻ പറ്റത്തില്ല. ജോഡോ ഒരു മുൻപരിചയം വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ കയറിയത് കേട്ടോ. ആക്ച്വലി ഈ എസ്റ്റേറ്റ് ഒരു പ്രൈവറ്റ് പാർട്ടിയുടെയാണ്. ഗ്രാമ്പൂ, തേയില, കാപ്പി, പിന്നെ ഒത്തിരി ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. നല്ല വ്യൂ ആണ് ഗൈസ്. ഇവിടെ ഒരു നല്ല ഗ്രാമപ്രദേശം. എൻ്റെ ബാക്ക് വ്യൂ ഉണ്ടോ? നൈസ്. ദേ കാണുന്നതാണ് ഇവിടുത്തെ തേയില ഫാക്ടറി. ശരിക്കും പറഞ്ഞാൽ ഈ സ്ക്രീനിൽ കാണുന്നതിനെക്കാട്ടിലും നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ. ഇതിൽ നിന്നാണ് കേട്ടോ ഗ്രാമ്പു എടുക്കുന്നത്. ഇതിനുള്ളിൽ തന്നെ തേയില എസ്റ്റേറ്റും തേയിലത്തോട്ടവും പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ ക്വാർട്ടേഴ്സും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ഞങ്ങളൊരു ചർച്ച് കണ്ടായിരുന്നു. അപ്പോഴേക്ക് ഇവിടെ ഒരാൾ പേരൊക്കെ അടക്കാനായിട്ട് പോവാണ്. ഇതിനിടയ്ക്ക് ഇവിടെ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വന്നു, സംസാരിച്ചു. മാത്രമല്ല ലേറ്റസ്റ്റ് ഇവിടെ വന്ന ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞു തന്നു. ഇവിടെ നിന്ന് കിട്ടിയ പേരക്കായുടെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പോലെ ഒന്നും അല്ല കേട്ടോ. ഇവിടെ മരത്തിൽ നിന്ന് പാകമായതുകൊണ്ട് അപാര ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ ഒത്തിരി ഫ്രൂട്ട്സ് ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പോരുന്ന വഴിക്ക് ഓറഞ്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ എസ്റ്റേറ്റിൽ നിന്ന് പുറത്തിറങ്ങി. ഇവിടെ പൊന്മുടിയിൽ ടോട്ടൽ 22 ഹെയർ പിൻ ഉണ്ട്. മുകളിലോട്ട് കയറും തോറും തണുപ്പ് കൂടി വരുവാ കേട്ടോ. ഇതേ കാണുന്നതൊക്കെ ഇവിടുത്തെ തേയിലത്തോട്ടമാണ്. കുറെ ദൂരെ ഇതുപോലെ മരങ്ങളും കാടും ഒക്കെ ആയിട്ടുണ്ട്. ആഫ്റ്റർനൂൺ ആണെങ്കിലും നല്ല ഇരുണ്ട് തണുത്തൊരു ക്ലൈമറ്റ് തന്നെയാണ്. ഇതിനിടയ്ക്ക് തന്നെ നല്ല കുറച്ച് സ്പോട്ട് വന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോസും ഷോർട്സും ഒക്കെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഹിൽ ടോപ്പിലെത്തി ഗൈസ്. കാറ്റ്, കോട, പച്ചപ്പൊക്കെ നിറഞ്ഞ സുന്ദരമായിട്ടുള്ളൊരു ഹിൽ സ്റ്റേഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. അത്യാവശ്യം ഇന്ന് നല്ല തിരക്കുണ്ട്. നീൽഗിരി താർ എന്നറിയപ്പെടുന്ന വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് പൊന്മുടി. അതുകൊണ്ട് തന്നെ ഹിൽ ടോപ്പിലെ എൻട്രൻസിൽ വരയാടുകളുടെ സ്റ്റാച്യു വച്ചിട്ടുണ്ട്. പൊന്മുടി ഹിൽ ടോപ്പിൽ തന്നെ ക്യാൻറ്റീനും സ്റ്റേ ഫെസിലിറ്റീസും ഒക്കെ അവൈലബിൾ ആണ്. പൊന്മുടിയിലെ ഹിൽ ടോപ്പ് ഉൾപ്പെടുന്ന ഭാഗം അപ്പർ സാനിറ്റേറിയം എന്നും ഗസ്റ്റ് ഹൗസ് ഉൾപ്പെടുന്ന ഭാഗം ലോവർ സാനിറ്റേറിയം എന്നാണ് അറിയപ്പെടുന്നത്. ഗായ്സ്, ഇവിടെ നിമിഷ നേരം കൊണ്ടാണ് എവിടെ നിന്നെന്നറിയാത്ത മഞ്ഞും കോടയും കാറ്റും വരുന്നതും പോകുന്നതും ഒക്കെ. അഗസ്ത്യാർകൂടം, വരയാട് മുട്ട ഇവയൊക്കെയാണ് ഇവിടെ അടുത്തുള്ള ട്രക്കിംഗ് പോയിന്റ്സ്. അതുപോരാഞ്ഞിട്ടോ ഇവിടെ ഒത്തിരി വ്യൂ പോയിന്റ്സും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പൊന്മുടി അറിയപ്പെടുന്നത് ഊട്ടി ഓഫ് സൗത്ത് കേരള എന്നാണ്.
ഇവിടുത്തെ ലാസ്റ്റ് ബസ്സാണ് കേട്ടോ ദേ ഈ പോകുന്നത്. തിരിച്ചു വന്നപ്പോഴും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കോട ഉണ്ടായിരുന്നു. ദെൻ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വീട്ടിലോട്ട് പോയി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു.